ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഡേ മൈ ലൈഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ മദർസയിൽ പോകുന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി അബ്ബ എന്നിട്ട് എന്നെ കൊണ്ടാക്കി തരാറ്. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മദർസ. ഞങ്ങൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വിടും. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കളിക്കായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞാൽ കളിക്കാൻ തുടങ്ങി. അപ്പം ഇനി ഒന്ന് നീച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഷർട്ട് ഇട്ടാണ് കേട്ടോ കളിക്കുന്നത്. പിന്നെ ഞങ്ങൾ എൻ്റെ കടയുടെ ടെസ്റ്റിൻ്റെ മേലെ ഉപ്പയുടെ കടയുടെ ടെസ്റ്റിൻ്റെ മേലെ ഞങ്ങൾ പോയി കളിച്ചു. റിങ്ങും ഡൊമിനോസൊക്കെ ആയിട്ട് കളിച്ചു. അങ്ങനെ കുറേ നേരം കളിച്ചു. അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് പിന്നെ ഞങ്ങളെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു താത്തയാണ് കേട്ടോ. താത്ത കുറേ കാര്യം കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. രസമുണ്ട്. കാര്യം കാണിച്ചു തരാൻ വെച്ചത് വെറൈറ്റി ആണ് കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് പൊട്ടിച്ചു. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ പോയിട്ട് പറക്കിട്ടു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടു. ഞാനുണ്ണിയും കൂടിയിട്ട് ഉച്ചക്ക് നെയ്ച്ചോറ് എന്നത് എനിക്ക് കുളിച്ചിട്ട് കഴിക്കാൻ. അതാണ് ഞങ്ങൾ എന്തായിരുന്നു കുളിക്കാതെ കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾക്ക് വീട്ടിലിരുന്നപ്പോൾ ബോറടിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ ഈവനിങ് ഔട്ടിനൊന്ന് ഇറങ്ങിയതാണ്. എന്നാലും വേറെ പണിയൊന്നുമില്ല. എങ്ങോട്ടാ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ വണ്ടി കയറിയിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാഗൊക്കെ ഉണ്ടല്ലോ. ബാഗൊക്കെ ഇട്ടെ. യൂണിക്കോണിൻ്റെ ബാഗ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇരുന്നു. കുറേ നേരം അവിടെ ഇരുന്നു. സ്റ്റോപ്പാക്കിയിട്ട് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ചിങ്ങോട്ട് പോയിട്ടോ. അങ്ങനെ കുറേ പോയി കടലിൽ അവിടെ എത്തിയിട്ടോ. ഞങ്ങൾ ഇറങ്ങിയില്ല. ആദ്യം ഞങ്ങളൊരു പാർക്കിൽ പോയി. ഞങ്ങൾ കടലൊക്കെ കണ്ടിട്ട് സൈഡിൽ കൂടെ ആദ്യം പോയിട്ടു. കുറേ ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ നടന്ന് വെള്ളമൊക്കെ കണ്ടു. നടക്കല്ല കേട്ടോ, പോയി. ഞങ്ങൾ പാർക്കിലെത്തിയിട്ടോ. പാർക്കിലെത്തിയിട്ട് കുറച്ച് നേരം കളിച്ചു. സൈഡിൽ കയറാൻ പറ്റുന്നില്ല. കുട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ശീശോലൊക്കെ ഇന്ന് കളിച്ചു. ശീശോലൊക്കെ ഇന്ന് കളിച്ചു. ഞങ്ങൾ എന്തായാലും കൂടി ടീച്ചറിന് കളിച്ചിട്ടാണ്. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കുറേ കളിച്ചു കുറച്ചേരൊക്കെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. പോന്നിട്ടില്ല. അവിടുത്തെ വേറെ സ്ഥലത്ത് ഞങ്ങൾ പോയി ഇരുന്നു കേട്ടോ. ഞങ്ങൾ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടു. അവിടെ അങ്ങനെ നിന്നു. ഞങ്ങൾ സൈഡിൽ കൂടെ ഒക്കെ കുറച്ച് നേരം നടന്നു. അപ്പോൾ പാടൊക്കെ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. നമ്മൾ പാടൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് ടൈം പാസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ കുറേ നേരം ഇരുന്നു. പിന്നെ പുല്ലിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നടക്കാൻ കേട്ടോ അതിൻ്റെ മേലെ കൂടെ. കൂടെ കുറച്ച് നടന്നു. ഞങ്ങൾ പുഴ അവിടെ ഞങ്ങൾ റോഡിൻ്റെ പാലത്തിനടുക്കൂടെ നടന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയിൽ പോയി. ഞങ്ങളല്ല, ഉപ്പൊക്കെ വണ്ടി പോയി. ഞങ്ങൾ കടലിൻ്റെ അടുത്തെത്തിയിട്ടോ. ഞങ്ങൾ കടലിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഞങ്ങൾ കളിച്ചു വിട്ടു. ഞങ്ങൾ ഇതാ
അങ്ങനത്തെ ഉണ്ടായിരുന്നു അടുത്ത വ്യൂ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കളിച്ചിട്ട് വന്നു കേട്ടോ. തിരിച്ച് വന്നു. ഞങ്ങൾ ഹോട്ടലിൽ കയറി കേട്ടോ. ഞാൻ മിൽക്ക് ഷേക്കും ഞാൻ ബട്ടർ സ്കോച്ച് ഷേക്കും ഫവ സ്ട്രോബെറി ഷേക്കും ഉമ്മക്ക് കോഫി കേട്ടോ. ഷവർമ ഓർഡർ ചെയ്തല്ലോ. കോഫി എല്ലാവരും പിന്നെ ഷവർമ ഓർഡർ ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കോഫി വന്നു. ഉമ്മയുടെ കോഫി കേട്ടോ. ഉമ്മയുടെ കോഫിയാണത്. എൻ്റെ മിൽക്ക് ഷേക്കും ഷവർമ എത്തി. ഞാൻ കുടിച്ച് പകുതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ കുടിച്ച് തീർക്കാറായി. ഉമ്മയുടെ ഷവർമേനും ഉമ്മയുടെ ഉണ്ണിയുടെ കൂടി ഷവർമേനും അങ്ങനെ കുടിച്ച് തീർക്കാറായി. ഞാൻ നായുണ്ട്. ഞങ്ങൾ അതിന് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു. എന്താ വെച്ചാൽ കുറേ നേരം ഇടയ്ക്ക് ഇടുന്നിട്ട് അവിടെ അങ്ങോട്ടും കൂടെ ഓടണം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇതൊക്കെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ ആണ് മുമ്പിലിരിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തി. ഫബ പഠിക്കുകയാണ് കേട്ടോ. ഉണ്ണി പഠിക്കുകയാണ്. ജി ആട്ടോ അവളുടെ ലെറ്റർ. അങ്ങനെ അവളിൽ നിന്ന് പഠിക്കുകയാണ്. പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റാണ് അവൾക്ക്. പിന്നെ എനിക്ക് മദ്രസയിൽ എഴുതാണ്ടായിരുന്നു. അത് ഞാൻ ഇരുന്ന് എഴുതി. ഒരു പേജ് മുഴുവൻ കേട്ടോ. ഞാനുണ്ടാകും കൂടി ഇന്ന് എഴുതി. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കളിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മാമി മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.